അപ്പൊ ആ പുനർജനിയിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്കാണ്. അതെ, വിവാദത്തിന്റെ പുനർജനിയാണ്. അപ്പോ ഇന്നലെ രാവിലെ 10 മണിയോട് കൂടിയാണ് ഇങ്ങനെ വിജിലൻസ് ശുപാർശ ചെയ്ത CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തതിന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നത്. അതിനുശേഷം അതിനകത്ത് പുതിയൊരു അപ്ഡേറ്റ് കൂടി വരും. അത് ഇന്നലെ വന്നതിന് ശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്നുണ്ടായ ഒരു ശുപാർശയല്ല എന്നുള്ളതാണ്. കാരണം 1 വർഷം മുൻപ് നൽകിയ ശുപാർശയാണ്. അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത അത് കഴമ്പില്ല എന്ന് കണ്ട് പ്രൊസീഡ് ചെയ്യാതിരുന്ന ഒരു ശുപാർശയാണ് 1 വർഷത്തിന് ശേഷം ഇപ്പോൾ പൊടി തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. അപ്പൊ പുനർജനി പദ്ധതിയിൽ VD സതീഷിനെതിരായ സർക്കാർ നീക്കം നിയമോപദേശവും മറികടന്നാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. CBI അന്വേഷണം ആവശ്യമില്ല എന്നായിരുന്നു നിയമോപദേശം. അക്കൗണ്ടിലേക്ക് പണം വന്നില്ലെന്നും മണപ്പാട് ഫൗണ്ടേഷന് വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യാമെന്നും കണ്ടെത്തിയിരുന്നു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, ഇന്നലെ തന്നെ അത് നേരത്തെ തന്നെ അന്നത്തെ വിജിലൻസ് ഡയറക്ടർ പ്രൊസീഡ് ചെയ്യാതിരുന്ന ഒരു ശുപാർശയാണ് എന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിയമോപദേശം കൂടി മറികടന്നാണ് ഇപ്പോൾ വീണ്ടും ഈ ശുപാർശ പൊടി തട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന വേളയിൽ കോൺഗ്രസ് ഇത് രാഷ്ട്രീയ പ്രേരിത ആരോപണം എന്ന് പറയുമ്പോൾ ആ വാദത്തിന് ബലം പകരുന്ന ഒരു പുനർജനി കൂടിയായിപ്പോയി ഈ കേസ്. ജിൽസി സൈഫു, ഇതിൽ അടിമുടി ദുരൂഹതയെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമെന്നുമുള്ള ആരോപണം ഒരു ഭാഗത്ത് ശക്തി പ്രാപിക്കുന്നതിനിടെയാണ് ഇതിന്റെ നിയമസാധുത അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. പറവൂർ, അതായത് VD സതീശന്റെ സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി എന്ന പേരിൽ നടപ്പിലാക്കിയ ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ച് UK നിന്ന് 2500 പൗണ്ട് സ്വരൂപിച്ചെന്നും മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന NGO വഴി ഈ പണം അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുവെന്നുമാണ് VD സതീശനെതിരായി ഉണ്ടായിരുന്ന അന്വേഷണത്തിന്റെ കാതൽ. അതിൽ പക്ഷേ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു ഒരു കുറ്റം. മറ്റൊന്ന്, സ്പീക്കറുടെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തി എന്നതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നു. 11 മാസങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. ഇത് ഫെമ ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കമുള്ളവ ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു സംസ്ഥാന ഏജൻസിക്ക് ഇത് അന്വേഷിക്കാൻ കഴിയില്ലെന്നും ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുമായിരുന്നു ഈ ശുപാർശ. ആ ശുപാർശയിൽ തന്നെ വിജിലൻസ് വീണ്ടും ആ പരിശോധന നടത്തി. അതിനുശേഷം 3 മാസങ്ങൾക്ക് മുമ്പ് അന്നത്തെ വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറിക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ നിലനിൽക്കില്ല, ഏതെങ്കിലും തരത്തിൽ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഇത് മറ്റേതെങ്കിലും ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന റിപ്പോർട്ട് കൂടി സർക്കാരിന് നൽകിയിരുന്നു. അതായത് 3 മാസങ്ങൾക്ക് മുമ്പ് നൽകിയ ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ മേശപ്പുറത്തിരിക്കുമ്പോഴാണ് 11 മാസങ്ങൾക്ക് മുമ്പ് നൽകിയ മറ്റൊരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി സർക്കാർ CBI അന്വേഷണ നീക്കത്തിലേക്ക് കടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇന്നലെ പുറത്തു വരികയും ചെയ്തത്. പക്ഷേ 11 മാസങ്ങൾക്ക് മുമ്പ് യോഗേഷ് ഗുപ്ത നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ഇതിൽ നിയമോപദേശം തേടിയിരുന്നു. ആ നിയമോപദേശം ലഭിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സർക്കാരിന് ലഭിച്ചത് ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണം നിലനിൽക്കില്ല, വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടില്ല, VD സതീശൻ രൂപീകരിച്ചിട്ടുള്ള മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന NGOയ്ക്ക് വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള അനുമതിയുണ്ട്. അത് മാത്രമല്ല, വിദേശ നാണ്യ വിനിമയ ചട്ടത്തിലെ സെക്ഷൻ 3 ഈ വിഷയത്തിൽ നിലനിൽക്കില്ലെന്നും സതീശനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്താനാവില്ലെന്നുമായിരുന്നു അന്ന് നിയമോപദേശം ലഭിച്ചത്. ആ നിയമോപദേശം പൂർണ്ണമായും മറികടന്നുകൊണ്ടാണ് സതീശനെതിരെ ഇത്തരത്തിൽ വീണ്ടും ഒരു നീക്കമുണ്ടാവുന്നത്. സ്വാഭാവികമായും ഇന്നലെ തന്നെ ആ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ റിപ്പോർട്ട് അടക്കം, അതായത് ആദ്യം നൽകിയ റിപ്പോർട്ട് അടക്കമുള്ളവ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിൽ തന്നെ വളരെ കൃത്യമായി, അതായത് 3 മാസങ്ങൾക്ക് മുമ്പ് നൽകിയ റിപ്പോർട്ടിൽ തന്നെ VD സതീശനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നിലനിൽക്കില്ലെന്ന റിപ്പോർട്ടിന്റെ പകർപ്പ് അടക്കമുള്ളവ പുറത്തു വരികയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും എന്തിനുകൊണ്ട് സർക്കാർ ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു തിരക്കിട്ട നീക്കത്തിലേക്ക് പോയി എന്നതാണ് സ്വാഭാവികമായും ഉണ്ടാവുന്ന ചോദ്യം. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. മാത്രമല്ല, ഇന്നലെ കോൺഗ്രസിന്റെ വയനാട്ടിലെ ചിന്തക് ശിബിരൻ നടക്കുന്ന ദിവസമായിരുന്നു. അതേ ദിവസം തന്നെ അത്തരത്തിലൊരു വാർത്ത VD സതീശനെതിരെ എന്തുകൊണ്ട് വരുന്നു എന്നതിലും ചില ദുരൂഹതകളുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രമല്ല, മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി അതിന് പിന്നിലുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം VD സതീശന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും പിന്നാലെ ഇതിന്റെ വിശദാംശങ്ങൾ, അതായത് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ളവ പുറത്തു വരികയും ചെയ്തു. അതോടുകൂടി സത്യത്തിൽ സതീശനെതിരായ നീക്കം
സർക്കാരിന് തിരിച്ചടിയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതൊരു രാഷ്ട്രീയ നീക്കമാണ് എന്ന തരത്തിലുള്ള ആ പ്രതിരോധത്തെ മറികടക്കാൻ സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് തുടർ നീക്കങ്ങൾ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നേരത്തെ സർക്കാരിന് കിട്ടിയ നിയമോപദേശം പോലെ ഏതെങ്കിലും തരത്തിലുള്ള മൂവ്മെന്റിലേക്ക് സർക്കാർ പോവാതിരിക്കാൻ തന്നെയായിരിക്കും സാധ്യത. അതായത് അത് തിരിച്ചടിയാകുമെന്ന പൊതുവായൊരു വിലയിരുത്തൽ മുന്നണിക്കുള്ളിൽ പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇനി തുടർ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്.